ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ ബലു വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു ഹാർദവമായിട്ടുള്ള സ്വാഗതം കേട്ടോ. ഇന്ന് ഒരു ഓഫ് ഡേ ആണ് കേട്ടോ. രാവിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും ഒന്നുണ്ടാക്കി കഴിച്ചിട്ട് കയറി ഒന്ന് കിടന്ന് ഉറങ്ങാലെന്ന് വിചാരിച്ചിട്ടുള്ള തത്രപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിൻ ബലു വേൾഡിൻ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ രീതിയിലുള്ള നിങ്ങളുടെ പ്രോത്സാഹനം തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. അപ്പം രാവിലെ അരി കഴുകുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഇച്ചിരി കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം എല്ലായിടത്തും കിടന്നൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിച്ചിരി ബാസ്മതിയുടെ അരി വെച്ചിട്ട് റൈസൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ ഒരു ഇച്ചിരി ചിക്കൻ്റെ ഒരു വെറൈറ്റി ഡിഷും, അതുപോലെ തന്നെ പിന്നെ ഒരു കൂൺ ഒലത്തിയതും കൂടെ ആയിട്ടൊന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മുടെ അരി കഴുകി അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓരോ കാര്യങ്ങൾ പടിപടിയായിട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം അരിയൊക്കെ നന്നായിട്ട് കഴുകി അടിപൊളിയായിട്ട് നമ്മൾ അടുപ്പത്തിട്ടതിന് ശേഷം ചോറൊക്കെ വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറ് നമ്മുടെ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ചോറുണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റൈസ് കുക്കർ ഉപയോഗിക്കാറുണ്ട്. എനിക്കിങ്ങനെ ഉണ്ടാക്കി നമ്മുടെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടം. എപ്പോഴും എൻ്റെ ചോറ് കഴിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും സ്റ്റിക്കി അല്ലാത്ത രീതിയിലിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്താണ് ചോറ് എപ്പോഴും തന്നെ പ്രിപ്പയർ ചെയ്യാറ് കേട്ടോ. അതിനുശേഷം നമ്മളത് ഊറ്റിക്കളയാനാണ് പതിവ്. അപ്പോൾ സ്ഥിരം പരിപാടി അങ്ങനെ തന്നെ ചെയ്യുന്നു. ഇപ്പം ഞാൻ ഓർത്തു എന്താ ഫ്രിഡ്ജിലിരിക്കുന്ന നമ്മുടെ കൂണൊന്ന് പുറത്തെടുത്ത് സെറ്റപ്പ് ആക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയ സമയത്ത് കൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഏകദേശം $2.30 ഒരു ബോക്സ് കൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂൺ. അപ്പോൾ അതുകൊണ്ട് കൂൺ മേടിച്ച് കൂൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ വന്നിട്ടൊരു ചായ ഒന്നും കുടിച്ചില്ല. അപ്പോൾ ചായ ഒരെണ്ണം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഷുഗർ കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഞാൻ സ്വീറ്റ്നറാണ് ഉപയോഗിക്കുന്നത് സാധാരണ. ഇപ്പോൾ സ്വീറ്റ്നറൊക്കെ ഇട്ട് അപ്പോൾ ഇതൊക്കെ ചായയൊക്കെ ഒന്ന് കുടിച്ച് സെറ്റപ്പ് ആവാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ചായ കുടിക്കാനുള്ള ഒരു പരിപാടിയാണ്. അതിനുശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ റെഗുലർ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൂണിൻ്റെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനും കൂടെ സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സെൻട്രലിൽ പോയ സമയത്ത് ഇവിടുത്തെ സെൻട്രയിൽ നല്ല ചിക്കൻ്റെ പീസസ് എന്താ പറയുക ഗ്രേവിയൊക്കെ ഇട്ട് അതിൻ്റെ ആ ഒരു മാരിനേഷനൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള രീതിയിൽ കിട്ടും. ഏകദേശം €6. €10 നമുക്ക് 2 ബോക്സ് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. സെൻട്രയിൽ എല്ലായിടത്തും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ താമസിക്കുന്ന ഇടമോറിൽ നമുക്ക് അവൈലബിൾ ആണ് ആക്ച്വലി. ഇപ്പം ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഡീപ് ഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുവാണ്.
അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഇത് കൂണൊക്കെ ഒന്ന് അരിഞ്ഞ് പറക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനിപ്പോൾ 3 സവോള എടുത്തിട്ടുണ്ട് അതിനെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ആ ഒരു പെട്ടിയായിട്ടുള്ള കൂൺ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് നല്ല സെറ്റപ്പാക്കി എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ കൂൺ നമ്മൾ അരിഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കേണ്ട അത്യാവശ്യമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് പൊടി കാര്യങ്ങളുണ്ട്. സാധാരണ ഞാൻ കഴുകാറുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാം മേടിക്കുന്ന സമയത്ത് നല്ല ഫ്രഷായിട്ട് കണ്ടത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് വൃത്തിയായിട്ട് നല്ല റണ്ണിങ് വാട്ടറിൽ കഴുകിയെടുക്കാൻ വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുള്ള പരിപാടിയാണ് കാണുന്നത്. അതുപോലെ ഞാൻ അത്യാവശ്യം വേണ്ട സവോള എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ തുറയുള്ള പാത്രം മേടിച്ചു. പക്ഷേ അതിൽ കൂടുതൽ ചോറ് വെച്ചതുകൊണ്ട് ഞാനിന്ന് ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ തട ഇടും പോലെ ചോറ് തടയിടാന്ന് പറയുന്നത് അതുപോലെ ഞാൻ തടയിട്ട് വെച്ചേക്കാണ്. ആ കാണുന്നത് ചുമ്മാ ഈ സിങ്കിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ചേക്കുന്ന ഒരു ഇതാണ് കൂടെ. അപ്പോൾ അങ്ങനെ സെറ്റപ്പാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ കൂണിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 3 സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 സവോള പിന്നെ എടുത്തോളൂ. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ഡൈസ് ചെയ്തെടുക്കാം. ഒന്ന് കുഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് കൂണിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനുള്ള സവോളയാണ് ഓർഡർ. അപ്പം വേറെ ചിക്കന് വേണ്ടിയിട്ട് നമുക്ക് സവോള കാര്യങ്ങളൊന്ന് അധികമായിട്ട് വേണ്ട, ഒരു ചെറിയ സവോള മതി. അപ്പോൾ 3 സവോള 2 സവോള ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഉപയോഗിച്ചത് കേട്ടോ. നാട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലൊന്നും അല്ലാതെ ഞാൻ ഉണ്ടാക്കണം. എനിക്ക് എൻ്റേതായ കുറച്ച് റെസിപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഇഷ്ടമാണെന്ന് തോന്നിയുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സവോള കാര്യങ്ങളെല്ലാം നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കടുക് കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അതിട്ടിട്ട് ഞാൻ മോസ്റ്റ്ലി ചെറുതായിട്ട് ഇച്ചിരി മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇടുന്നത് കറിവേപ്പില അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ സാധാരണ കൂൺ ഉണ്ടാക്കുന്നത്. അപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയ്ക്ക് കോക്കനട്ട് ഉണ്ട്. ആ കോക്കനട്ട് നല്ല ക്രഷായിട്ട് ക്രഷ് ചെയ്തുകൊണ്ട് അപ്പം അത് ഡ്രൈ ആണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ടാണ് ഞാൻ സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് ഗ്രേവി ഒന്ന് നമ്മുടെ
സവോള ഒന്നും ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് നമ്മൾ ആ സാധനം ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് ഗ്രേവി എന്താ പറയുക തിക്കായിട്ട് ഗ്രേവി അല്ല ഉറത്തിനുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ആക്കിയിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മണമൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ഫാനൊക്കെ ഒന്ന് ഓൺ ചെയ്തു